വെൽക്കം ടു Tripexpo. ഇന്ന് ഞങ്ങളുടെ യാത്രകൾക്ക് ഒരു സന്തത സഹചാരിയെ കൂടി കിട്ടിയ സന്തോഷത്തിലാണ്. ഇന്ന് ഞങ്ങൾ അൺബോക്സ് ചെയ്യാൻ പോകുന്നത് DJIയുടെ ഏറ്റവും ലേറ്റസ്റ്റ് മോഡലായ മാവിക് മിനി ഫ്ലൈമോർ കോംബോ ആണ്. നമ്മൾ യൂസ് ചെയ്തിരുന്ന ഡ്രോണ് DJIയുടെ ഇൻസ്പയർ 1 ആയിരുന്നു. അതിൻ്റെ ഒരു പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ ഒരു നാരോ സ്പേസിലൂടെയൊക്കെ നമ്മൾ ഫ്ലൈ ചെയ്യുമ്പോൾ അതായത് ഇതിൻ്റെ സൈസ് നല്ലൊരു ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ നമുക്കിത് പോർട്ടബിലിറ്റി ആണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ്. ഇത് നമുക്ക് ഈസി ആയിട്ട് പോക്കറ്റിൽ ഇട്ട് കൊണ്ട് നടക്കാവുന്നതാണ്. ഇതിൻ്റെ വെയിറ്റ് എന്ന് പറഞ്ഞാൽ 249 ഗ്രാമാണ്. അതായത് ഇത് ടോയ് ഗണത്തിൽ പെടുന്ന ഡ്രോണാണ്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇതിന് പ്രത്യേകിച്ച് ലൈസൻസോ പെർമിഷനോ ഒന്നും ആവശ്യമില്ല. അപ്പോൾ ഇതാണ് നമ്മുടെ മാവിക് മിനിയുടെ ബോക്സ്. ഇതിലിതാ വെയിറ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. 249 ഗ്രാമാണ്. അൾട്രാ ലൈറ്റ്. ഇത് മാവിക് മിനി ഫ്ലൈമോർ കോംബോ ആണ്. ഇതിലിപ്പോൾ ബോക്സിൽ വരുന്നത് എയർക്രാഫ്റ്റ്, പിന്നെ റിമോട്ട് കൺട്രോളർ, അതേപോലെ പ്രൊപ്പലേഴ്സ്, പിന്നെ ഇതിൻ്റെ ഒരു ഗാർഡ് വരുന്നുണ്ട്, പിന്നെ ബാറ്ററീസ് 3 ബാറ്ററീസ് വരുന്നുണ്ട്, പിന്നെ 3 ബാറ്ററി ഒരുമിച്ച് ചാർജ് ചെയ്യാനുള്ള ഒരു 2-വേ ചാർജർ വരുന്നുണ്ട്, പിന്നെ കേബിൾ, പിന്നെ ക്യാരി ബാഗ്. ഇത്രയാണ് ഇതിൽ ബോക്സിൽ വരുന്നത്. 249 ഗ്രാംസ് അൾട്രാ ലൈറ്റ്, പിന്നെ 30 മിനിറ്റ്സ് മാക്സിമം ഫ്ലൈറ്റ് ടൈമാണ് ഇത് പറയുന്നത്. അത് വലിയൊരു ഹൈലൈറ്റാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ ഇൻസ്പയർ 1 18 മിനിറ്റ്സ് ആയിരുന്നു കിട്ടിയിരുന്നത്. അതിൽ 15 മിനിറ്റ്സ് നമുക്ക് ഫ്ലൈറ്റ് ടൈം മാക്സിമം കിട്ടാറുള്ളൂ. അതേപോലെ ഇത് അപ് ടു 4 കിലോമീറ്റർ റേഞ്ച് പറയുന്നുണ്ട്. 4 കിലോമീറ്റർ ഇല്ലെങ്കിലും ഒരു 2 കിലോമീറ്റേഴ്സ് എങ്കിലും നമുക്ക് കിട്ടാം. അത് നമുക്ക് പരീക്ഷിച്ച് നോക്കാം. അതേപോലെ ഇതിൻ്റെ വിഷൻ സെൻസർ പ്ലസ് GPS 3 ആക്സിസ് ഗിംബൽ, അതൊരു പ്രത്യേകതയല്ല, ഇതിന് നല്ല സ്റ്റെബിലൈസേഷൻ കിട്ടും. പിന്നെ ഇവിടെ ഇതിൻ്റെ വാർണിങ്സ് ഒക്കെ പറയുന്നുണ്ട്. ഇതിൽ 16+ ഏജ് ഉള്ളവരാണ് ഇത് യൂസ് ചെയ്യാവൂ. അതേപോലെ ഇതിൻ്റെ റൊട്ടേറ്റിംഗ് പാർട്സ് മേ കോസ് ഇഞ്ചുറി എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഇനി നമുക്കിത് അൺബോക്സ് ചെയ്യാം. അതുപോലെ ഇത് നമ്മൾ വാങ്ങിച്ചത് ദുബായിൽ നിന്നായിരുന്നു. ഷറഫ് DG എന്ന് വാങ്ങിച്ചതായിരുന്നു. അവിടുന്ന് ഇതിൻ്റെ പ്രൈസ് നമ്മൾ കൊടുത്തത് 1800 ദിർഹംസ് എന്തോ ആണ്. അതായത് ഇവിടുത്തെ ഏകദേശം 33,000, അറൗണ്ട് 33,000 വരും. അതിൽ ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോൾ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാവുമെന്ന് കരുതിയിരുന്നു. പക്ഷേ പ്രോബ്ലംസ് ഒന്നും ഉണ്ടായില്ല. കാരണം ഇത് അൺബോക്സ് ചെയ്യാത്ത, അതായത് ഫ്രഷ് പീസ് ആയതുകൊണ്ട് പ്രോബ്ലംസ് ഒന്നും ഉണ്ടായില്ല. അപ്പോൾ നമുക്ക് ബോക്സ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ബോക്സിൽ വരുന്നത് ഇത് ഡ്രോണിൻ്റെ ബോക്സ്. ഓക്കെ, ഇത് പ്രൊപ്പലേഴ്സാണെന്ന് തോന്നുന്നു. അതിൻ്റെ യൂസർ മാനുവല്, ബാറ്ററീസ് ആണ് തോന്നുന്നു, അഡാപ്റ്റേഴ്സ്. ഇതിൻ്റെ യൂസർ മാനുവലാണ്. ഓക്കെ, ഇതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പിന്നീട് നോക്കാം. ഇതിവിടെ മാറ്റി വെക്കാം. ഇതിൻ്റെ അഡാപ്റ്ററാണ്. ഓക്കെ, അഡാപ്റ്റർ മാത്രമേ ഉള്ളൂ. ഇതിൻ്റെ കേബിള് ഇതിൻ്റെ അകത്തായിരിക്കും. ഇതാണ് ഇതിൻ്റെ ബാറ്ററീസ്. ഫ്ലൈമോർ കോംബോക്ക് 3 ബാറ്ററീസ് വരുന്നുണ്ട്. ബാറ്ററീസ് ഇതിൻ്റെ പ്രൊപ്പലർ ഗാർഡ് ഒന്ന് എടുത്ത് നോക്കാം. ഓക്കെ, അപ്പോൾ ഇതാണ് ഈ ഡ്രോണിൻ്റെ പൗച്ച്. നല്ല ക്വാളിറ്റി ഉള്ളൊരു പൗച്ചാണ്. പിന്നെ ബ്രാൻഡിങ് ഒക്കെ ചെയ്തത് വളരെ ഭംഗിയായിട്ടുണ്ട്.
നല്ല ക്വാളിറ്റി ഉള്ളൊരു, നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഓക്കെ, ഇതെന്താണ്? ഓക്കെ, ഇതിൻ്റെ കൺട്രോളറാണ്. ദിസ് ഇസ് ആൻറ്റിന. ഇവിടെയാണ് ഇതിലെ മൊബൈൽ ഹോൾഡർ. ഇതിൻ്റെ നോബ് നമുക്ക് ഫിറ്റ് ചെയ്യാം. ഇതിൻ്റെ എക്സ്ട്രാ പ്രൊപ്പലേഴ്സാണ്. 3 പെയർ പ്രൊപ്പലേഴ്സ് എക്സ്ട്രാ ഉണ്ട്. പിന്നെന്താ ഉള്ളത് നോക്കാം. ഇതിൻ്റെ ബാറ്ററി ചാർജറാണ്. 3 ഒരേ സമയം ചാർജ് ചെയ്യാവുന്ന ചാർജർ അഡാപ്റ്ററാണിത്. ഇത് വളരെ നല്ലൊരു ഫീച്ചറാണ്. 3ലും ഫുൾ ചാർജാണ്. അടുത്തത് ഇത് എന്താണെന്ന് നോക്കാം. ഇതിൻ്റെ കേബിൾസൊക്കെയാണ് തോന്നുന്നു. ഇതിൻ്റെ ചാർജിങ് കേബിളാണ്. ഇതും ചാർജിങ് കേബിൾ തന്നെയാണ്. ഇതിൻ്റെ കൺട്രോളർ ചാർജറാണ് തോന്നുന്നു. അതുപോലെ ഇത് ഡ്രോണിന് കണക്ട് ചെയ്യുന്ന കേബിൾസാണ്. 3 കേബിളുണ്ട്. ഐഫോണിന് അതേപോലെ C ടൈപ്പ്, നോർമൽ സാധാ കേബിളുണ്ട്. ഇത് സ്ക്രൂ ഡ്രൈവറാണ് തോന്നുന്നത്. ഇതിൻ്റെ 2 എക്സ്ട്രാ നോബും ഉണ്ട്. അപ്പോൾ ഇനി ഡ്രോണൊന്ന് കയ്യിലെടുത്ത് നോക്കാം. ഓക്കെ, വളരെ ചെറിയൊരു സാധനം. ഒരു ഉള്ളം കയ്യിൽ ഒതുങ്ങുന്നൊരു സാധനമാണ്. ഇതിൻ്റെ ടാഗൊക്കെ ഓപ്പൺ ചെയ്യും. അതൊന്ന് നിവർത്തി നോക്കാം. ഇങ്ങോട്ടാക്കിയിട്ട് ഓക്കെ, ഇതിങ്ങനെ താഴോട്ടാണ്. ഓക്കെ, വളരെ ചെറിയൊരു സാധനമാണ്, വളരെ ക്യൂട്ടായിട്ട്. ഇതാണ് ഇതിൻ്റെ സെൻസേഴ്സ്. ഇത് ലാൻഡ് ചെയ്യുന്നതൊക്കെ ഈ സെൻസർ ഉപയോഗിച്ചിട്ടാണ്. അതേപോലെ SD കാർഡിൻ്റെ സ്ലോട്ട് അറിയാം, ഇവിടെയാണ് SD കാർഡിൻ്റെ സ്ലോട്ട്. ഇവിടെയാണ് ബാറ്ററി. ഇത് ഓപ്പൺ ചെയ്തിട്ട് അടുത്തതായി നമ്മുടെ ബ്രാൻഡിങ്. നമുക്ക് സ്റ്റിക്കർ, ട്രിപ്പെക്സ്പോയുടെ സ്റ്റിക്കർ ഒട്ടിക്കാം.